അങ്ങനെ കർക്കിടകത്തിന്റെ കറുത്ത ചിലകളൊക്കെ മാനം വലിച്ചെറിഞ്ഞ് കർക്കിടകം മാറിയാൽ ദുർഘടകം മാറിയെന്ന് മുത്തശ്ശിമാരുടെ ദീർഘനിശ്വാസമൊക്കെ കേട്ട് പ്രകാശത്തോടെ പ്രഭ ചൊരിഞ്ഞ് പൂക്കളും പുത്തുമ്പയൊക്കെയായി ചിങ്ങമിങ്ങെത്തി. നമ്മുടെ ഉമ്മറപ്പടിയിൽ നിന്ന് തുഞ്ചത്തെഴുത്തച്ഛന്റെ പൈങ്കിളിപ്പെണ്ണ് തൽക്കാലം പറന്നകന്നു. ഇനി അവിടെ തുമ്പയും തെച്ചിയും ചെമ്പരത്തിയും ഒക്കെ വിരാജിക്കും. പഞ്ഞമാസം കഴിഞ്ഞ് ഇനി സമൃദ്ധി മാസം. കള്ളക്കർക്കിടകത്തിൽ കള്ളന്മാരെ പോലെ ആദ്യം പതുങ്ങി വന്നത് ഇവരാണ് കേട്ടോ. കർക്കിടക ചികിത്സ ഞങ്ങൾക്കും ഉണ്ടോ, ദേഹരക്ഷയ്ക്ക് ഏതെല്ലാം മരുന്നുകളുണ്ട് എന്നൊക്കെ കണ്ണാടിക്കൂട്ടിൽ ഓടിച്ചു നോക്കിയിട്ട് അവ പറന്നകുന്നു. എഴുത്തച്ഛന്റെ കഥ കേൾക്കാൻ പൈങ്കിളിപ്പെണ്ണാണെങ്കിൽ ഇവിടെ കർക്കിടക വിശേഷങ്ങൾ കേൾക്കാൻ എത്തിയത് ഈ കുരുവികളാണ്. നമുക്ക് അവരോട് കഥ പറഞ്ഞാലോ? ക്ലിനിക്കിലെ വിശേഷങ്ങളും കർക്കിടകത്തിലെ കഴിഞ്ഞുപോയ വിശേഷങ്ങളും ഒക്കെ അവരോട് നമുക്ക് പറയാം. അപ്പോൾ ആദ്യം പ്രാർത്ഥനയോടെ തുടങ്ങാം അല്ലേ? കർക്കിടകപ്പിറവിയിൽ ആദ്യം വൃത്തിയാക്കൽ തന്നെയാണ്. ചുറ്റുപാടും ക്ലിനിക്കും എല്ലാം വൃത്തിയാക്കും. അശുദ്ധിയെ കളയുക എന്നൊക്കെ നാട്ടുവർത്താനം ഉണ്ടെങ്കിലും ഇവിടെ രോഗവിമുക്തി തന്നെയാണ് ലക്ഷ്യം. ചുറ്റുമുള്ള കൊതുക് കീടങ്ങളെയൊക്കെ തുരത്തുക, പരിസരം ശുചിയാക്കുക, ഇതൊക്കെ തന്നെയാണ് ആദ്യത്തെ പടി. സാംക്രമിക രോഗങ്ങൾ ഏറ്റവും കൂടുതൽ കടന്നുപോയതും അതുപോലെ നമ്മുടെ ബലം കുറയുന്നതും വിശപ്പിനെ സാരമായി ബാധിക്കുന്നതും ഒക്കെ ഈ മാസമാണെന്ന് നമുക്ക് അനുഭവം കൊണ്ട് അറിയുന്നുണ്ടല്ലേ. അതുപോലെ മറ്റൊരു കാര്യം നമുക്ക് അനുഭവമുള്ളത്, നമ്മുടെ വീട്ടിലെ അമ്മൂമ്മമാർ പത്രം കിട്ടിയാൽ ആദ്യം നോക്കുന്നത് എങ്ങോട്ടാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്കവാറും ചർമ്മക്കോളത്തിലേക്കായിരിക്കും. അതിൽ തന്നെ ഏറ്റവും കണക്കെടുപ്പ് നടത്തുന്നതും കർക്കിടകമായാൽ ഇനി ഒന്നൊഴിയാതെ മരണങ്ങൾ കേൾക്കാം എന്നൊക്കെ പറയുന്നതും നമ്മൾ കേട്ടിട്ടില്ലേ? ബലവും അഗ്നിയും ഒക്കെ കുറയുന്ന മാസങ്ങളായിരുന്നു ചിങ്ങത്തിന് മുമ്പ് വരെ. കുട്ടികളെ ഏറെ കൊതിയോടെ കാണുന്ന മഴക്കാലത്ത്, അതിൽ വിശേഷിച്ചും കർക്കിടകത്തിൽ. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയും ശ്രീരാമ ജന്മമാസമായ കർക്കിടകത്തിൽ രാമായണ വായനയും ഒക്കെ നമ്മൾ നടത്തി വരുന്നത്. ചികിത്സയ്ക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ എത്തുന്നത് ഒരു പ്രാസരൂപത്തിൽ പറഞ്ഞാൽ മുട്ടും മുടിയുമാണ്. അസ്ഥി സംബന്ധമായ രോഗങ്ങളും തേയ്മാനവും പെട്ടെന്നുണ്ടാകുന്ന ഉളുക്കും ചതവും ഒടുവിന് ശേഷമുള്ള അവസ്ഥയും ഒക്കെ ഇവിടെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് പരിശോധനയ്ക്ക് ശേഷം എണ്ണയും മരുന്നുകളും ഒക്കെ തയ്യാറാക്കലാണ്. ക്ലിനിക്കിൽ ഏറ്റവും അധികം ഉണ്ടാക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു എണ്ണയാണ് ഒടിതൈലം. ഒടിതൈലം എന്ന് ഒടുവിന് വരട്ടുന്നത് ലോപിച്ച് ഒടുവിൽ ഒടിതൈലമായിട്ട് മാറിയതാണ് കേട്ടോ. ഉളുക്കിനും ചതവിനും അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്കും എല്ലാം ഏറെ വിശേഷപ്പെട്ട എണ്ണയാണിത്. ആദ്യം ഒടിതൈല നിർമ്മാണം ഓടുമെന്ന് കാണാം. എണ്ണയിൽ ഏറ്റവും പ്രധാനി ചങ്ങല പോലെ നീണ്ടു കിടക്കുന്ന ഇവനാണ്. ആളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ദേഹമാസകലം ചൊറിച്ചിലായിരിക്കും ഫലം. അതുകൊണ്ട് കയ്യിലൊക്കെ എണ്ണ തടവേ ഗ്ലൗസൊക്കെ ഇട്ട് ബഹുമാനത്തോടെ വേണം ആളെ സമീപിക്കാൻ. ഇനി എണ്ണയിൽ ഏറ്റവും അടുത്ത കൂട്ടുകാർ വാദത്തിനും വേദനയ്ക്കുമൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന എരിക്കും ഔഷധവീര്യം ഏറെയുള്ള കരിനൊച്ചിയുമാണ്. ഏറ്റവും ആദ്യം ചങ്ങലം പരണ്ടയുടെ നാരും തൊലിയുമൊക്കെ മാറ്റിയിട്ട് ഇലകളും തണ്ടും കുറുന്തോട്ടി വേരുമൊക്കെ നന്നായി അരച്ചെടുക്കലാണ് അടുത്ത പരിപാടി. മഴക്കാലത്ത് ഈ വീരവത്തേറിയ ഇലകളൊക്കെ ശേഖരിക്കുന്നതിലും ഒരു രഹസ്യമുണ്ട് കേട്ടോ. മഴക്കാലത്താണ് ഇലകളിൽ ഏറ്റവും കൂടുതൽ വീര്യമടങ്ങുന്നതെന്ന് ആയുർവേദ മതം. അതുകൊണ്ട് ഇലകൾ ശേഖരിക്കാൻ ഏറ്റവും അനുയോജ്യമായ കാലവും മഴക്കാലമാണ് കേട്ടോ. ഉണങ്ങി കരുത്തേറിയ നീർക്കെട്ടെല്ലാം പമ്പ അടക്കാൻ സഹായിക്കുന്ന ചെന്നിനായകമാണ് അടുത്തതായി ചേർക്കുന്നത്. കൂടാതെ അസ്ഥിയുടെ ബലത്തിനും കരുത്തിനും ശാസ്ത്രത്തിൽ പറയുന്ന കോലരുക്ക് മുതലായ മരുന്നുപൊടികളും ചേർത്ത് എള്ളെണ്ണയും ചേർത്ത് യോജിപ്പിച്ച് നന്നായി കൂട്ടിയിളക്കി അടുപ്പിലേക്ക്. ചികിത്സയ്ക്കും വേദോളിക്കും ഒക്കെ ശേഷം ക്ലിനിക്ക് വരുന്ന എല്ലാ പേഷ്യൻസിനും ബലവർദ്ധനവിനും അസ്ഥിപുഷ്ടിക്കും അതുപോലെ ദഹന സംബന്ധമായ വിഷയങ്ങൾക്കും ഒക്കെ ഉത്തമമായ 23 കൂട്ടം മരുന്നുകളടങ്ങിയ എന്നാൽ രുചിക്ക് ഒട്ടും പിന്നിലല്ലാത്ത ആഹാരമായ ഒരു ഔഷധമാണ്. കോരിച്ചൊരിയുന്ന മഴയിൽ ദേഹമാകെ തണുത്തു വിറങ്ങലിക്കുമ്പോൾ പ്ലാവിലയിൽ കോരി ചൂടോടെ മരുന്ന് കഞ്ഞി ഊതി കുടിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. മഴക്കാലമാണെങ്കിൽ ഒന്നും പറയണ്ട, പെരുമഴ തന്നെ. വേനലാണെങ്കിൽ പൊള്ളുന്ന ചൂട്. അങ്ങനെ കാലത്തിൻ്റെ മുഖങ്ങൾ മാറുമ്പോൾ മനുഷ്യൻ്റെ ആവതുകൾക്കും ആവതില്ലായ്മകൾക്കും പല രൂപങ്ങളാണ്.
വേനൽക്കാലത്ത് ദീർഘദൂരം യാത്ര ചെയ്ത് സൂര്യതാപമേറ്റ് കൈ രണ്ടും പൊള്ളുന്ന അവസ്ഥയാണെങ്കിൽ മഴക്കാലത്ത് വാതരോഗങ്ങൾ മൂർച്ഛിച്ച് നടക്കാൻ തന്നെ വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെ ഓരോ കാലത്തിലും പടികടന്നെത്തുന്ന നിരവധി ആശങ്കകൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളതും എൻ്റെ ഡെയിലി റുട്ടീൻ്റെ ഭാഗം തന്നെയാണ്. കാരണം നമ്മൾ സ്കൂളിലോ കോളേജിലോ ഒന്നും ആയുർവേദത്തെക്കുറിച്ച് അല്പം പോലും പഠിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതുകൊണ്ട് തന്നെ ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും കാണും. അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഓരോ കാലാവസ്ഥയിലും സൗന്ദര്യ പ്രശ്നങ്ങളും മുടിയുടെ പ്രശ്നങ്ങളും ഒക്കെ അതുപോലെ മാറിയിരിക്കും. ഓരോ വ്യക്തിക്കും അവരുടെ ശീലങ്ങൾക്കും എല്ലാം അനുസരിച്ച് ചികിത്സാ രീതി കണ്ടുപിടിക്കുക, അവർക്ക് അനുയോജ്യമായ മരുന്നുണ്ടാക്കുക, അങ്ങനെ ഓരോ ദിവസവും കടമ്പകൾ പലതാണ്. അതുപോലെ തന്നെ പ്രസവാനന്തരം പലരും ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് മുടികൊഴിച്ചിൽ. മുടികൊഴിച്ചിൽ മാത്രമല്ല, പ്രസവാനന്തരം ഓരോ അമ്മമാരും നേരിടുന്നത് പലവിധം വെല്ലുവിളികളാണ്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവരുടെ നഷ്ടപ്പെട്ടുപോയ ആത്മവിശ്വാസം തിരികെ വീണ്ടെടുക്കുക എന്നുള്ളത് പ്രധാന ദൗത്യമായിട്ട് പലപ്പോഴും ഞാൻ ഏറ്റെടുക്കാറുണ്ട്. കാരണം പലപ്പോഴും നിരാശയിലേക്കോ വിഷമത്തിലേക്കോ ഒക്കെ പോകുന്ന ഒരു അവസ്ഥയാണ് പ്രസവാനന്തര അവസ്ഥ. തനി തേങ്ങാപ്പാലിൽ നിന്നും സശ്രദ്ധം ഇളക്കി ഉരുക്കിയെടുക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണയും ദേഹകാന്തി വർദ്ധിപ്പിക്കുന്ന ബേബി ഓയിലും വാലിട്ട് കണ്ണെഴുതാൻ ഇമ്പമുള്ളവർക്ക് കണ്ണിന് തണുപ്പേകുന്ന മരുന്നുകൂട്ടുകളിൽ മുക്കി ഉണക്കിയെടുത്ത തിരികളാൽ കത്തിച്ച കൺമഷിയുമുണ്ട്. അമ്മയുടെ ദേഹരക്ഷയ്ക്കൊപ്പം കുട്ടി പ്രോഡക്റ്റുകളായിട്ട് ആവശ്യാനുസരണം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് മറ്റൊരു ദൗത്യം. ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ക്ലിനിക്കിലെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ക്ലിനിക്കിലെ ഓരോ ദിവസവും ഓരോ രോഗിയും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. എന്തിനു പറയുന്നു, ചില ദിവസങ്ങളിൽ എണ്ണത്തോടിയിൽ പഠനവും ഹോംവർക്കും വരെ നടക്കാറുണ്ട്. അങ്ങനെ പടികടന്നെത്തുന്ന ആശങ്കകൾക്കൊപ്പം ഒരിക്കലും മറക്കാനാവാത്ത സൗഹൃദങ്ങളും സ്നേഹവായ്പകളും വർണ്ണക്കടലാസിൽ പൊതിയാത്ത സ്നേഹസമ്മാനങ്ങളും പാൽപുഞ്ചിരിയും കടന്നുപോകുന്ന കണ്ണിലെ ആശ്വാസത്തിന്റെ തിളക്കവും എന്നെന്നും ഓർമ്മിക്കാൻ, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം അല്ലേ? കർക്കിടകത്തിലും കർക്കിടകക്കഞ്ഞിയിലും മാത്രമല്ല കേട്ടോ, തിരുവോണത്തിലും സദ്യ വിളമ്പുന്നതിനും ഒക്കെ നമ്മൾ അനുവർത്തിക്കുന്ന ശീലങ്ങൾ പലതും ആയുർവേദ ചര്യ തന്നെയാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇനിയൊരു വീഡിയോയിൽ വിശദമായി പറയാം. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ബൈ.